അനൌദ്യോഗിക ചർച്ചകൾക്ക് താൽപര്യം പ്രകടിപ്പിച്ചു പാകിസ്ഥാൻ. ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കനത്ത നിലപാടാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ എടുത്തിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക ബന്ധങ്ങൾ പൂർണ്ണമായും നിലച്ചിരിക്കെ കഴിഞ്ഞ 3 മാസത്തിനിടെ വിരമിച്ച സൈനിക ജനറൽമാരും മുൻ നയതന്ത്രജ്ഞരും ഖത്തറിലും മറ്റൊരു ഏഷ്യൻ രാജ്യത്തുമായി 2 തവണ കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം. ഭീകരതയും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകില്ലെന്ന ഭാരതത്തിന്റെ ഉറച്ച നിലപാടിൽ മാറ്റമില്ലെങ്കിലും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രകോപനങ്ങളും സംഘർഷങ്ങളും നിയന്ത്രിക്കാൻ ഒരു ബാക്ക് ചാനൽ ആശയവിനിമയം അനിവാര്യമാണെന്ന വിലയിരുത്തലാണ് സൗത്ത് ബ്ലോക്ക്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ചർച്ചയ്ക്കുള്ള താൽപര്യം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നിലവിൽ ഇരു രാജ്യങ്ങളിലെയും DMOമാർ തമ്മിൽ ആഴ്ചയിൽ ഒരിക്കൽ നടത്തുന്ന ഹോട്ട്ലൈൻ സന്ദേശങ്ങൾ മാത്രമാണ് ഏക ആശയവിനിമയ മാർഗം. എന്നാൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരം ഉറപ്പിച്ചതും പാക് കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറുമായി ട്രംപ് പുലർത്തുന്ന അടുപ്പവുമാണ് പുതിയ നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാന ഘടകം. ഇറാൻ ഇസ്രയേൽ തർക്കത്തിൽ പാകിസ്ഥാൻ മധ്യസ്ഥനായി മാറുന്നതും അമേരിക്കൻ ഭരണകൂടത്തിൽ അവർ സ്വാധീനം ചെലുത്തുന്നതും ഇന്ത്യ ഗൗരവത്തോടെയാണ് കാണുന്നത്. ട്രംപ് ഭരണകൂടം നേരിട്ടിടപെട്ട് ഇന്ത്യ പാക് വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഒഴിവാക്കാൻ ഇന്ത്യയുടെ തന്നെ ഒരു ആശയവിനിമയ സംവിധാനം ഉണ്ടാക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം ഉണ്ടായാൽ അത് യുദ്ധപ്രഖ്യാപനമായി കാണുമെന്ന ഭാരതത്തിന്റെ പുതിയ സാധാരണ നില പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നുണ്ട്. പാകിസ്ഥാനിൽ ഇന്റലിജൻസ് ഏജൻസിയായ ISIയുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ചുമതല ഏറ്റെടുത്തിരുന്നു. ഈ സാഹചര്യത്തിൽ പാക് സൈന്യവുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു വേദി ഇന്ത്യക്ക് ഗുണകരമാകും. 2015-18 കാലയളവിൽ അജിത് ഡോവൽ ബാങ്കോക്കിൽ വെച്ച് അന്നത്തെ NSAയുമായി നടത്തിയ രഹസ്യ ചർച്ചകൾ മുൻ മാതൃകയായിട്ടുണ്ട്. എങ്കിലും ഭാരതത്തിന്റെ ദേശീയ താൽപര്യത്തിലും അതിർത്തി സുരക്ഷയിലും വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശമായ നിലപാട് തുടർന്നുകൊണ്ട് തന്നെയാകും ഇത്തരം നീക്കങ്ങളെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന് സാങ്കേതിക സഹായം നൽകിയതായി ചൈന സമ്മതിച്ചിട്ടുണ്ട്. ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈനയുടെ ചെങ്ഡു എയർക്രാഫ്റ്റ് ഡിസൈൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഞ്ചിനീയർമാരാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. പാകിസ്ഥാന് സാങ്കേതിക സഹായം നൽകിയ സംഘത്തിന്റെ ഭാഗമായിരുന്നു താനെന്ന് എഞ്ചിനീയറായ ഷാങ്ഹെങ് പറഞ്ഞിരുന്നു. ചൈനീസ് ഉപകരണങ്ങൾക്ക് പോരാട്ടത്തിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഹാങ്ഷെങ് പറഞ്ഞു. ചൈനീസ് സർക്കാരിന്റെ ഔദ്യോഗിക ചാനലായ CCTVയിലെ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷികാഘോഷത്തിന് 2 ദിവസത്തിന് ശേഷമാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ സായുധ സേന നടത്തിയ നിർണായക സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.